Good afternoon, all. Good afternoon, ma'am. Good afternoon. എല്ലാരും ലഞ്ചൊക്കെ കഴിച്ചോ? Yes, ma'am. യെസ്. എന്ത് പറ്റി ബിൻഷ? ഉഷാറുണ്ടല്ലോ. എന്ത് പറ്റി? ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ പൊടി അടിച്ചിട്ടാണ് എനിക്ക് ടോൺസൽസ് ഉണ്ട്. ടോൺസൽസിന്റെ പ്രശ്നമുണ്ട്. തൊണ്ടയൊക്കെ നല്ല പുക. ഞാൻ വിട്ടുപോയി. ഇംഗ്ലീഷ് കണ്ടതോടെ എല്ലാവരും പോയി. അപ്പോ പ്രിപ്പയർ ചെയ്തിരുന്നോ സെൽഫ് ഇൻട്രൊഡക്ഷൻ? പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഇല്ല കേട്ടോ. അത് ആദ്യമേ ഞാൻ പറയാം. ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നുമില്ല. എന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തിട്ട് വരും, നമുക്കത് പ്രസന്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, ആരെങ്കിലൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നോ? രേവതി, ബിൻഷ, നവ്യ, പ്രിയ. എന്തോ ചെയ്തു? ഓക്കെ, നമുക്ക് പ്രസന്റ് ചെയ്യാം. നമുക്ക് പ്രസന്റ് ചെയ്താലോ? ഒരുപാട് സ്പീഡിൽ പറയണ്ട, സ്ലോവില് റിലാക്സ് ചെയ്ത് കോൺഫിഡന്റ് ആയി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പറയാൻ നോക്കാം. ഓക്കെ, റെഡിയാണോ? അതിനുശേഷം നമുക്ക് കുറച്ച് ചുമ്മാ ഇതിലൊക്കെ സംസാരിച്ചിരിക്കാം. ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ആരാണ്? രേവതി, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. Yes, ma'am. Hi all, my name is Revati and I'm from a small village in Alappur district. I'm an engineering graduate and I completed my BTech degree in computer science from MG University. I'm a housewife now. I have two sons. One is 11 years old and another one is 1 year old. My husband is working abroad. That's about myself. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? നവ്യ, പറയൂ. നവ്യ, കേൾക്കുന്നുണ്ടോ? ഓക്കെ നവ്യ, പറയൂ. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. കുറച്ച്. ഓക്കെ, എന്തായാലും പറയൂ നവ്യ. കുറച്ച് കഴിഞ്ഞ്. ഓക്കെ ഓക്കെ, റിയ പറയൂ. My name is Riya Matthew. I'm the second child in my home. I have one brother and one sister. I have my parents are both teachers. I have studied up to English. I am from MG University.
Okay, കഴിഞ്ഞു. Yeah. I hope Next, to our safe span journey. study abroad and to do job abroad. But I'll study in the countryside, but my job will be foreign. I like to go abroad because I like seeing distant places and visiting everywhere. My brother is an engineer. My brother is an engineer. My sister is a and Okay, okay, Riya. ഇനി നെക്സ്റ്റ് ആരാണ്? ഹൗസൈഫ് ആന്റണി പറയൂ. My name is Bindu. Bindu. I have I have five. My house is in Kottayam. I am married in Vaikam Vadayar, Talalapurambu. My husband name is Furniture Business. I am studied in nursing and BA English Literature. I have two children, one brother, one son, and one brother. I have two children, one boy and girl. One boy is my son. Son is for 9 years, and my sister, my child. Oh, my two children, one girl and boy. One first one is boys. Boys have 9 years, girls have 7 years. Boys have fourth standard CBSE syllabus. Studying in St. There's English Medium School, Ayangudi. Girls have 7 years. They are studied in St. There's English Medium second standard. Now I am a housewife. That is my children. ഓക്കെ, ബിന്ദു അത്യാവശ്യം മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം ഇന്റർവ്യൂവിൽ പോവാ. സെൽഫ് ഇൻട്രൊഡ്യൂസ് ശ്രദ്ധിക്കണം. 10 വർഷമായി പഠിത്തം നിർത്തിയിട്ട്. അതുകൊണ്ട് സ്റ്റഡിക്ക് ഇപ്പൊ ഇംഗ്ലീഷിന്റെ എല്ലാം മാരീഡ് കഴിഞ്ഞ പിന്നെ പോയില്ല. ജോലിക്കൊന്നും പോയില്ല, നേഴ്സായിരുന്നു. അതുകൊണ്ട് എല്ലാം പോയി. ഇന്നലത്തെ ക്ലാസ് ഒന്ന് കാണാട്ടോ, റെക്കോ ക്ലാസ്. അപ്പൊ അതിലെങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്ലാസ് റെക്കോ ക്ലാസ് കാണാട്ടോ ബിന്ദു. ഓക്കെ, ഇനി നെക്സ്റ്റ് ബിൻഷ. അതെ, മിസ് ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു ഇന്റർവ്യൂവിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന്. വലുതായിട്ടൊന്നുമില്ല, അത് ഞാൻ ചെറിയ രീതിയിൽ ഷോർട്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാരഗ്രാഫ് ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ അത് ഷോർട്ട് ആയിരിക്കണമല്ലോ, ഒരുപാട് ലെങ്ത്തിൽ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവണമെന്നില്ല. ടൈം അതിന് ചിലപ്പോ ചിലർ തരില്ല. അതിപ്പോ വായിക്കണോ അല്ലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്താൽ മതിയോ? പറയൂ, ജസ്റ്റ് ഒന്ന് പറയൂ. Self introduction. Good afternoon all. I am Binsha. I am coming from Kannur. I finished my pre-university course and I am now studying hospital administration. I have two children and my husband in Bangalore. Now I am a housemaker.
കഴിഞ്ഞു. ഇത്രയേ ഉള്ളോ? കഴിഞ്ഞു. ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ. ക്വാളിഫിക്കേഷൻ ഞാൻ ഗ്രാജുവേഷൻ ഒന്നും ആയിട്ടില്ല മിസ്സേ. ഞാൻ അങ്ങനെ അല്ല. പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ. ആ ക്വാളിഫിക്കേഷൻ പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ? മനസ്സിലായോ? ഇന്നലെ പറഞ്ഞല്ലോ ഗ്രാറ്റിറ്റ്യൂഡ് വേണം. അതായത് എന്താണ്, താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി, ആ ഗ്രാറ്റിറ്റ്യൂഡ്. എന്നിട്ട് സെൽഫ് കൺട്രോൾ ചെയ്യാം. കൃഷ്ണാണെങ്കിൽ കൃഷ്ണ എന്ന് പറയാം. മിസ് ഇന്റർവ്യൂവിന് പറയുന്നതാണോ ചോദിച്ചേ? ഇന്റർവ്യൂവിന് പറയുന്ന രീതിയിലാണോ ചോദിച്ചേ? അതെ. അത് ഞാൻ വേറെ പ്രിപ്പയർ ചെയ്തിട്ട് ഇതിപ്പോ ഇപ്പോഴും ഞാൻ പെട്ടെന്ന് മിസ് ഇങ്ങനെ പറഞ്ഞപ്പോ എഴുതി വെച്ചതാ. അതല്ല ഇന്റർവ്യൂ, അതല്ല ഇന്നലെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ട് പോയത്. നിങ്ങൾ ഇന്റർവ്യൂ എങ്ങനെയാണ് പറഞ്ഞത് അത് പറയണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളെല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചേ? അതാണ് റിയായിട്ട് തോന്നുന്നു എല്ലാ കാര്യങ്ങളും. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോ സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇന്റർവ്യൂവിന് പറയുന്ന പോലെ പറയൂ. മിസ്സേ പ്രിപ്പയർ ചെയ്തില്ല? ഉണ്ട്, പക്ഷെ മിസ് പറഞ്ഞ പോലെ ഞാൻ ആകെ ആ ക്വാളിഫിക്കേഷൻ ഞാൻ ഇത് എഴുതിയിരിക്കുന്നേ. ആൻഡ് ഐ എം കംപ്ലീറ്റഡ് ഇവിടെ ഐ ഫിനിഷ്ഡ് മൈ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് എന്ന് എഴുതിയിട്ടുള്ളൂ. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. വേറൊരു കോഴ്സ് ഞാൻ പഠിച്ചിട്ടില്ല. എന്നുവെച്ചാൽ എന്റെ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ കട്ടായി പോയതാ. എന്റെ കല്യാണമായി, പിന്നെ പഠിക്കാൻ പോയില്ല. പിന്നെ അത് പറയാൻ പാടില്ലല്ലോ. എന്താ മിസ്സേ? ഡിഗ്രി ഒന്നും കംപ്ലീറ്റ് ചെയ്തൂടെ? ഇനിയിപ്പോ 5 കൊല്ലം എന്റെ പോവും. പ്രായം മാച്ചാണ്. ഓക്കെ, പിന്നെ പഠിച്ച റിയ എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല. റിയ പറയുന്നത് കറക്റ്റ് ക്ലിയർ ആക്കും. ബീച്ചിൽ പോവാത്തോ? ഓക്കെ, നമുക്ക് ചോദിക്കാം കേട്ടോ. അടുത്തത് ജെയിൻ, പറയൂ ജെയിൻ. അപ്പൊ ഞാൻ പറയട്ടെ മിസ്സേ? വേണ്ട, ഞാൻ ഓഫ് ചെയ്തു. മിസ് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ കോൺഫിഡൻസ് പോയി. അല്ല, ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കണോണ്ട് കംഫർട്ടബിൾ ആണെങ്കിൽ ഓക്കെ കേട്ടോ, ചെയ്യാം, നല്ലതാണ്. ഞാൻ എഴുതി വെച്ചേക്കുവാണേ, എഴുതി വെച്ച് നോക്കി പറഞ്ഞാ പോലെ. കുറുപ്പന്തറ പ്ലേസ് എന്ന് പറയാൻ വിട്ടുപോയി. ഓക്കെ റിയ, ഞാൻ പറയാം കേട്ടോ. ജെയിൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, മിസ്സേ നോക്കി, ഞാൻ നോക്കിയാ വായിക്കുന്നത് കേട്ടോ, ഞാൻ എഴുതി വെച്ചേക്കുന്നത്. മറ്റേ ആദ്യം ഗുഡ് മോർണിംഗ് അത്. Thank you for giving this opportunity. My name is Jane Anthony. I am coming from Todupuzha, Idukki. I have completed my master degree in zoology from MG University, and I am also completed B.Ed. My strength are I am a self-motivating person, and I have strong communicative skill also. My short-term goal is to get a job in this hospital, and the long-term goal is to achieve good position. My hobbies are reading book and dancing. Lastly, I am quick learner and believe in learning from my mistake and experience. ഓക്കെ, നല്ലതാണ്. ഇത് കൊറേ കാണാപാഠം പഠിച്ചു വെച്ചേക്കുന്ന മിസ്സേ, കൊറേ അടുത്ത് ഇങ്ങനെ പോകുമ്പോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അതേപോലെ കുറെ പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ B.Ed കഴിഞ്ഞാണ്, എന്നിട്ടാണ് ജോലി നോക്കാത്തെ? ജോലി പോയിരുന്നാണല്ലോ പറഞ്ഞോളൂ അല്ലെ? ഞാൻ ഡെയിലി വേജിനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു സ്കൂളുകളിൽ കൂടെ ഒക്കെ. പിന്നെ പിള്ളേര് വളരട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് എടുത്തതായിരുന്നു. വളർന്ന പിള്ളേരെ
വളർന്നപ്പോ ഞാനും വളർന്നു. എന്റെ ഗ്യാപ്പും മറ്റേ ഒരു കരിയർ ഗ്യാപ്പ് നല്ലപോലെ വന്നു. ഒരു 8 വർഷം എടുത്തോന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പിള്ളേരിപ്പോ 2ലും ആയി, LKG ആയി. ഇനിയിപ്പൊ അതുകൊണ്ട് ജോലിക്ക് പോണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ജോലി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരിടത്തും ജോലി കിട്ടുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിനെ കുറിച്ച് കണ്ടിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ചാടിയത്. കിട്ടുമല്ലേ കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ? നവ്യ. മാം ഞാൻ പറയാം, എന്റെ കൈ പറയൂ. ഇനി ആരാ? ഇതൾ അനൂപ്. ഈ ഇന്റർവ്യൂവിന് പേര് വിളിച്ച് കയറ്റുവാണോ? എന്തോ? ഇന്റർവ്യൂവിന് പേര് വിളിച്ച് കയറ്റുവാണോ? പേര് വിളിക്കാം. എനിക്ക് അങ്ങനെ അത്രയും കാര്യമായിട്ടൊന്നും അറിയില്ല. അറിയാ, പേര് വിളിച്ചല്ലേ കയറ്റാ. അല്ലെ, പേര് വിളിക്കുമ്പോ അല്ലേ നമ്മള് പോവാ. ഓക്കെ. ഓക്കെ, ഇതൾ അനൂപ്. ഓക്കെ. ഇതളെന്നല്ല, സ്വപ്ന എന്നാണ് പേര്. മൈ നെയിം ഈസ് Okay, continue. My name is Swapna. I am coming from Trivandrum. I am married. I have one child. I completed my postgraduate in MA Sociology from Kerala University. Currently, I am doing a diploma in hospital administration and a postgraduate diploma in psychology and counseling. I have 7 years experience in medical stenographer. That's all. ഓക്കെ. സിമ്പിൾ ആയിട്ട് അങ്ങനെ അവസാനിപ്പിക്കണം എല്ലാവരും. ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകണം കേട്ടോ. എല്ലാവരോടും കൂടിയാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഇന്റർവ്യൂവിന് പോകുമ്പോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. ഓക്കെ. യെസ്. നവ്യ, ടൈം കഴിഞ്ഞു. നവ്യ, എല്ലാവരും പറഞ്ഞു. ഇനി ലാസ്റ്റ് നവ്യ മാത്രമേ ഉള്ളൂ. കുറെ പഠിച്ച ഇന്റർവ്യൂക്ക് പറയാനുള്ള എത്ര മെമ്പർ ആണ്, എത്രാമത്തെ ചൈൽഡ് ആണ്, ഏത് പ്ലേസിൽ നിന്ന് വരുന്നത്, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക്, അങ്ങനെ പലതും പഠിച്ചു. നവ്യ പോയോ? നവ്യ അറിയ പേടിച്ചിട്ട് പറയാത്തയാണോ? അല്ല മാം, കയ്യില് അപ്പൊ ഓള് പറയാൻ വിടുന്നു തോന്നുന്നില്ല. ആണോ? ഓക്കെ. ലാസ്റ്റ് പറഞ്ഞാലും മതി. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതിലൊക്കെ പറയൂ. എന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്, ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല, കോഴ്സ് കംപ്ലീറ്റ് ആയി അല്ലെ? പേര് വിളിച്ചാ കേറ്റിയെ ആണോ? അപ്പൊ അങ്ങനെയായിരിക്കും പ്രിയ. ഞാൻ തമാശക്ക് ചോദിച്ചതേ ഉള്ളൂ. പിന്നെന്തൊക്കെയാണ്? പറയൂ. പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിട്ട് ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാനുണ്ടെങ്കിൽ പറയാം. പ്രത്യേകിച്ചൊന്നും ഇല്ല ക്ലാസ്സില്. ചുമ്മാ ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക്. എന്തോ? പിജിക്കകത്ത് ക്ലാസ് എടുക്കുന്നുണ്ടോ? പിജി കോഴ്സിന്റെ അകത്ത് ക്ലാസ് എടുക്കുന്നുണ്ടോ അഡ്മിനിസ്ട്രേഷന്റെ? ഞാനോ? ഇംഗ്ലീഷ് ആണോ? അറിയില്ല. ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മിസ്സിനെ കുറിച്ച് പറയാം. മിസ് ഏകദേശം മൈസെൽഫ് അല്ല യുവർ സെൽഫ്.
സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയൂ. എന്റെ സെൽഫ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എന്റെ ആയിരുന്നു അത്. I'm Ashwati, I'm from Ernakulam. I completed my MA in English from Megna University. I have 4 years experience as a teacher. അതൊക്കെ ഉള്ളൂ. പോരെ? മിസ് പറൂരെന്നാണോ? നോർത്ത് പറൂർ? എന്തേ അറിയോ? എന്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ. കണ്ടിട്ടുണ്ട്. മിൻഷി കണ്ടിട്ടുണ്ടോ എന്നെ? എന്റെ വീട് ശരിക്കും ചെറായിയാണ്. ഓഹോ, എന്നെ കണ്ടിട്ടുണ്ടോ? എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട്, അതല്ല പരിചയം. എപ്പോഴേക്കും ഇവിടേക്കോ ഞാൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവാം. ഞാൻ വഴിക്ക് പോകുന്ന ആളാണ്. അപ്പൊ മിൻഷിപ്പ് എവിടെയാണ്? ശ്രീകപുരം എന്നല്ല പറഞ്ഞത് അല്ലെ? ആണോ? ഞാനിപ്പോ കണ്ണൂര്, ഹസ്ബൻഡിന്റെ നാടാണ് കണ്ണൂര്, എന്റെ നാട് അവിടെ ചെറായിലാണ്. പറൂരൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വരും വെറുതെ, പിന്നെ എറണാകുളത്തൊക്കെ പോകും വെറുതെ. എന്തെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ വന്ന് സംസാരിക്കും കേട്ടോ. എപ്പോഴും ചായ പറയാം. എനിക്കറിയില്ലല്ലോ, ബിൻഷിനെ കണ്ടാ എനിക്ക് അറിയാൻ പറ്റില്ല, സ്വയനെ കണ്ടല്ലോ അറിയാലോ. അപ്പൊ വരാ സംസാരിക്കാം. ഓക്കെ, പിന്നെ എന്താണ്? എന്തെങ്കിലുമൊക്കെ പറയൂ, ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കുക. പറയൂ, ക്ലാസ്സിൽ ഇങ്ങനെ പോകുന്നുണ്ടോ? ഞാനും പണ്ട് കോഴ്സ് എങ്ങനെയുണ്ടായിരുന്നു? കോഴ്സിൽ അഡ്മിഷൻ ചേഞ്ചസ്? പക്ഷെ എനിക്കറിയാം ടീച്ചറിനെ, ഞാൻ പറയാം. ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടും, ടീച്ചറെ ടീച്ചർ എന്നെ ഓർക്കുന്നുണ്ടോ, ടീച്ചർ എന്നെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ടീച്ചർ പറയാ, അയ്യോ ഞാൻ ഓർക്കുന്നില്ലല്ലോ, എത്ര പിള്ളേരെ പഠിപ്പിച്ചു. ചിലര് ടീച്ചർമാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും, ഇത് റിയ അല്ലേ, ഇപ്പൊ എന്നെ എടുക്കുന്നു, ഇപ്പൊ എവിടെയാന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ എപ്പോഴും അങ്ങനെ ഓർത്തിരിക്കില്ല. ഇപ്പൊ നിങ്ങൾ വന്ന് പറയുമ്പോ ചിലപ്പോ ഞാനും എനിക്കും പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ കാണുമ്പോ ക്ലാസ് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് പേര് പറയുമ്പോ ചിലപ്പോ മനസ്സിലായി എന്ന് വരില്ല. ഒന്നാമതേ നേരിട്ട് കണ്ടുപേര് ചെയ്യില്ല, ഒരു ജസ്റ്റ് ഒരു പേരും പ്രൊഫൈലും പിക്ചറും മാത്രമേ കാണുന്നുള്ളൂ. ക്ലാസ് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ കോഴ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം? ഇപ്പോ 6 months എബോവ് ആയി അല്ലെ? എന്ത് തോന്നുന്നു? ഞാൻ ഗ്രാമറും പഠിച്ചു, പ്രസന്റ് പാസ്റ്റ് ടെൻസ് പാർട്ടിസിപ്പിൾ എല്ലാം പഠിച്ചു. ഓക്കെ, പണ്ട് ചെറുപ്പത്തിൽ പഠിച്ച മറന്നുപോയായിരുന്നു, ഇപ്പം പഠിച്ചപ്പോഴും ഓർത്തേ ഇല്ല. വേറെ എന്താ ആരും മിണ്ടാത്തേ? എല്ലാവരും പോയോ? ഓക്കെ, നവ്യ പറയൂ. നവ്യ, ഓക്കെ മാം. സെറ്റായി. Good afternoon, ma'am. Thank you for giving me this opportunity. My name is Navya. I am from Payyannur. I am 24 years old. I am completed my +2 in 2018. After that, I finished hospital administration. I am homemaking now. My husband working network marketing. I have one child. That's up. ഓക്കെ, ഇങ്ങനെ പറയാം. Now I'm a homemaker എന്ന് പറയും. I'm homemaker now എന്ന് പറയാം. Doesn't matter. Now I'm a homemaker. Then I have one child അല്ല, I have a child എന്ന് പറയാം. One പറയണ്ട, ഒന്നിന് പകരം പേര് പറഞ്ഞാൽ മതി. രണ്ടിനും മീനിങ് ഒന്ന് തന്നെയാണ്. I have a child അല്ലെങ്കിൽ I have 2 child. 2 kids എന്ന് പറയാം.
ഓക്കെ, ദെൻ പിന്നെന്താണ്? ഞാൻ ഇംഗ്ലീഷിൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുന്നേ, ഒന്ന് ആക്റ്റീവായ എല്ലാവരും. സംസാരിച്ച് എല്ലാവരും പലതും ബേസിക് പഠിച്ചു. സ്ഥലം പറയാൻ പഠിച്ചു, പലതും പഠിച്ചു. റിയയുടെ സൗണ്ട് ക്ലിയർ ആകുന്നില്ല, എനിക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഒന്ന് റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യൂ റിയ. ഞാൻ പറഞ്ഞത് സ്ഥലമൊക്കെ പറയാൻ പഠിച്ചെന്നും എത്ര മെമ്പറാ പറയാൻ പഠിച്ചു, എത്രാമത്തെ മെമ്പറാന്ന് പറയാൻ പഠിച്ചെന്ന് പറഞ്ഞ. അങ്ങനെ പലതും പുതിയ കേട്ടപ്പം പഠിച്ചെന്നാ പറഞ്ഞ. പിന്നെ താങ്ക് യു ഓപ്പർച്യൂണിറ്റിയും പഠിച്ചെന്നാ പറഞ്ഞ. എന്റെ വായി ഒന്നുകൂടെ റിപ്പീറ്റ് ആയി പോയതാ പറഞ്ഞു വന്നപ്പോ. ഓക്കെ, പിന്നെന്താണ്? വിൻഷ, ജെയിൻ എന്ത് ചെയ്തൊക്കെ സംസാരിക്കൂ. എന്താ വിഷ പറയുക? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആരാണ്ട് പറഞ്ഞിട്ട് ഏജ് ഗ്യാപ്പ് വന്നത് കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന്. നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ടാണെങ്കിലും എന്തേലും പഠിക്കണമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം നമുക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഡിസ്റ്റന്റ് ആയിട്ട് എന്തേലും ഒരു കോഴ്സ് ഒക്കെ ചെയ്യുക. പഠിക്കുക, ക്വാളിഫിക്കേഷൻ നേടാം. നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നമുക്കത് ഉപകാരപ്പെടും. കുറെ വർഷമായല്ലോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം എൻ്റെ കൂടെ ഞാൻ BEd പഠിക്കുന്ന സമയത്താണേലും ഞാൻ PG ചെയ്യുന്ന സമയത്താണേലും കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. ഒരുപാട് ഏജ് ഗ്യാപ്പ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ കൂടെ BEd പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 40 വയസ്സുള്ള ഒരു ചേച്ചി വരെ വന്നിരുന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു BEd. അപ്പൊ അത്രയും ആ ചേച്ചി എന്തിനും കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ. കാരണം ഒപ്പം എത്താനും ഒക്കെ. നമുക്ക് ക്വാളിഫിക്കേഷന്റെ കൂടെ സ്കില്ലും കൂടെ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. സ്കില്ലും കൂടെ വേണം, രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്താൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു ലെക്കാണ് മിസ്സേ, തലവര. അത് നേരെ അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ട്രൈ ചെയ്യൂട്ടോ. നമ്മള് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതിനൊരു ഫലം കിട്ടാണ്ടിരിക്കില്ല. ഓക്കെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം. കിട്ടാനൊന്നും കിട്ടുന്നേ, ഹാർഡ് വർക്ക് ചെയ്യാം. നമുക്ക് നേടാൻ പറ്റില്ല. ശരിയാ, അത് ശരിയാ. കൊച്ചു പറഞ്ഞു, ജീവൻ പറഞ്ഞ ശരിയാ. എനിക്ക് അറിയാവുന്ന അനുഭവം. ഞാൻ ലക്ക് വെച്ച അത്രയും കാലം സുഖമായി ജീവിച്ചു. ഓക്കെ, പിന്നെന്താണ്? നന്നായിട്ട് പഠിക്കാൻ നോക്കാട്ടോ. ഇനിയിപ്പോ ഇംഗ്ലീഷ് അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമുക്ക് പറയാം. സംസാരിക്കാൻ ഇപ്പോഴും എല്ലാവരും ടെൻഷന്റെ പേടിയുണ്ട് അല്ലെ? അത് അത്രയും ഒരു ഫ്ലുവൻസി കിട്ടിയിട്ടില്ല. സംസാരിക്കാനായിട്ട് തന്നെ ആ ഒരു കിട്ടിയിട്ടില്ല. അപ്പോ മാക്സിമം ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇംഗ്ലീഷ് ലേണിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. ഒരിക്കലും ഡ്രോപ്പ് ചെയ്യരുത്. ഇവിടെ വരെ എത്തി നിങ്ങൾ. എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾ എല്ലാം പഠിച്ചെടുത്ത് ഇവിടെ വരെ എത്തിയത്. ഇനിയും നിങ്ങൾ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാല് പിന്നെയും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വീണ്ടും ആദ്യമേ തുടങ്ങി പഠിക്കേണ്ടി വരും. സോ ഇനി കണ്ടിന്യൂ ചെയ്യാം. കോഴ്സ് കംപ്ലീറ്റ് ആവാണ്, അത് ജസ്റ്റ് കാര്യമില്ല. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാം. മാക്സിമം പറയാൻ നോക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഡെയിലി നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് രാത്രി എപ്പോഴെങ്കിലും ഇരുന്ന് അത് എഴുതാം. എഴുതിയതിനു ശേഷം അതൊന്ന് പറയാൻ ശ്രമിക്കാം. ഇപ്പൊ നമുക്ക് ടെൻസ് ഒക്കെ അറിയാവുന്നത് കൊണ്ട് അത്യാവശ്യം ടെൻസ് വൈസ് അത് കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിയാല് അറിയാൻ പറ്റും അല്ലെ? കുറച്ചൊക്കെ സെന്റൻസ് എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ. സോ മാക്സിമം നിങ്ങളത് കുറെ കാര്യങ്ങൾ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ,
നിങ്ങൾക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതാൻ നോക്കുക, അത് ഒന്ന് പറയാൻ നോക്കാം. എഴുതുന്നത് പോലെയല്ല പറയുമ്പോൾ. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് നിങ്ങളത് പറ്റുകയാണെങ്കിൽ വീഡിയോ ഇടുക, വീഡിയോയില് ഫേസ് ടു ഫേസ് നോക്കിയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ വോയിസ് നോട്ടായിട്ട് റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ പറയുന്നതിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഫസ്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്യാൻ, മടി വരും, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യും. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഏത് ജോലിക്ക് വേണമെങ്കിലും പോകാം. അത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ബേസ് ചെയ്തോ അല്ലെങ്കിൽ പ്ലസ് ടു ബേസ് ചെയ്തോ ഏത് ജോലിക്ക് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാവുന്നതാണ്. അതൊരു സ്കില്ലാണ്, ലാംഗ്വേജ് സ്കില്ലാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാൾക്ക് എവിടെ വേണമെങ്കിലും ഏത് ജോലിക്ക് വേണമെങ്കിലും നല്ലൊരു ഹൈ സാലറിയിൽ നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? കാരണം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടാവണമെന്നില്ല. അത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രിഫറൻസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒട്ടും ആവശ്യമില്ല എന്ന് വിചാരിക്കേണ്ട, അത്രയും അത്യാവശ്യമുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതിനുവേണ്ടി മാക്സിമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ നോക്കുക. കുറച്ചു നേരം എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് ബുക്ക് എടുത്തിട്ട് വായിക്കാൻ നോക്കുക. ന്യൂസ് പേപ്പർ ആയാലും മതി, വായിക്കാൻ നോക്കുക. റീഡിങ് എന്ന് പറയുന്ന ഹാബിറ്റ് നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകണം, ടു ദ എൻഡ് ഓഫ് അവർ ലൈഫ്. ഓക്കെ, അത് നിങ്ങൾ സ്വയം നിങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങൾ തന്നെ മാറണം. ഓക്കെ, ഫസ്റ്റ് you should change your life and motivate yourself. ഓക്കെ, സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അല്ലാണ്ട് ഞാനിപ്പോ പറയുന്നുണ്ട് ഓക്കെ, പക്ഷെ അത് നിങ്ങൾ ഇതിലേ കേട്ട് ഇതിലേ കണ്ട് കളയും, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ സ്വയം മാറണം. എനിക്ക് പഠിക്കണം എന്ന് നമ്മളൊരു കാര്യം വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളൊന്ന് വിചാരിച്ചു വയ്ക്കും. ഓക്കെ, പറയുമ്പോ പറയാൻ എളുപ്പമാണ്, കേൾക്കാനും സിമ്പിൾ ആണ്. പക്ഷെ നമുക്കത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ചെയ്തു നിങ്ങൾക്ക് മനസ്സിലാവും. You can feel the changes. ഓക്കെ, ക്ലിയർ ആണോ? എന്റെ ക്ലാസ് ബോറിംഗ് ആയിട്ട് തോന്നിയിരുന്നോ നിങ്ങൾക്ക്? ഫസ്റ്റ് തോന്നിയിരുന്നല്ലേ? നിങ്ങൾ പറയും. ഓക്കെ, പിന്നെ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ക്ലാസ്? എങ്ങനെയുണ്ടായിരുന്നോ? എന്തെങ്കിലും പറയാനുണ്ടോ? ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയിൽ ടീച്ചറോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയട്ടെ, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാമെന്നൊക്കെ വെച്ചിട്ട് പിന്നെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാരാ. അപ്പൊ ആ പിള്ളേര് നമുക്ക് ആ ഒരു ലൈഫായിരിക്കും, പിന്നെ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീടായിരിക്കും അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ പിന്നെ അഭിമുഖീകരിച്ചു തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്താണ് ഞാൻ ഈ കോഴ്സ് കണ്ടത്, ഇതിലേക്കൊക്കെ വന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇംഗ്ലീഷ് ഒന്നും വലിയ പിടിപാടുണ്ടാവില്ല. കാരണം ഞാൻ വലുതായിട്ട് പിള്ളേരെ പഠിപ്പിക്കുമായിരുന്നേ. എന്റെ കൊച്ചുങ്ങളുടെ ബുക്കൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോഴേ ട്യൂഷൻ എടുക്കുമായിരുന്നു. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെ സങ്കടമാണ് എനിക്കിപ്പോഴും. എന്നുവെച്ചാൽ ഇവര് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ പൂർത്തിയാക്കാന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ ഇവരത് ഇടയിൽ വെച്ച് ചെയ്തില്ല. പിന്നെ എന്റെ അമ്മായിയമ്മയാണെങ്കിൽ പഠിപ്പിക്കാനൊന്നും വിടൂലായിരുന്നു. പിന്നെ ഇപ്പൊ ഞങ്ങള് മാറി താമസിച്ച പിന്നെയാണ് എനിക്കിപ്പോ ഇങ്ങനെ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടാൻ തുടങ്ങിയത്, എനിക്ക് പഠിക്കാൻ പറ്റിയത്. പഠിക്കുന്നതിന് ഞാൻ 100% കൊടുക്കും, അങ്ങനെ പഠിക്കുള്ളൂ. അത്ര വാശിയാണല്ലോ. അപ്പൊ എന്നോട് ഇപ്പൊ ഗ്രൂപ്പിലാണെങ്കിലും പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാ പഠിക്കുന്നേ, ഓർമ്മ എങ്ങനെയാ ഇരിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടണം. ഒരു കാര്യം കൈ കിട്ടിയാല് ഇപ്പൊ ഞാൻ മാക്സിമം പരിശ്രമിക്കാറുണ്ട്. എല്ലാരും പറയുന്നുണ്ട് ഞാൻ +2 ആണ്, പക്ഷെ ആ +2 ആണെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കാന്നുള്ളതാണ് ഓരോ കാര്യങ്ങൾ. അപ്പൊ മിസ്സിന്റെ ഇപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് ആദ്യമൊക്കെ ഒന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ മിസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. നമുക്കാണെങ്കിലും കുറച്ചും കൂടെ പഠിക്കണം എന്നായി. ഇപ്പൊ ഞാൻ കുറച്ചെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മിസ്സിന്റെ ക്ലാസ് കേട്ടിട്ടൊക്കെയാണ് കുറെ അതിനോട് താല്പര്യം തോന്നി തുടങ്ങിയത്, പഠിക്കണമെന്നും തോന്നി തുടങ്ങിയത്. അപ്പൊ അതൊക്കെ ഭയങ്കര ചേഞ്ചസ് ആണ്. പിന്നെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ മിസ്സിന്റെ കഴിവല്ലേ. നമ്മൾ ആദ്യം പേടിച്ചു നിന്നതാ. ആദ്യം ഇപ്പൊ ഒരാളോട് ഫേസ് ടു ഫേസ് പറയാൻ പോലും പേടിയായിരുന്നു. സത്യം പറയാൻ എനിക്ക് പേടിയായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് അത്രയും, ഞാനൊരു ഡിഗ്രി ഒക്കെ ഫിനിഷ് ചെയ്തെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത് ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നതും നമ്മൾ അവിടെ ട്രെയിൻ ചെയ്യുന്നതും പഠിച്ചു പോകുന്നതും നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ സംസാരിക്കുമ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ്.
പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മൾ ഇത്രയും നാൾ വീട്ടിലിരിക്കുവായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പൊ മിസ്സിന്റെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ചേഞ്ചസ് ഒക്കെ വന്നത്. അത് മിസ്സിനുള്ളതാ. ഓക്കെ, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എനിക്ക് കോഴ്സ് ഇല്ല, ഞാൻ പഠിപ്പിക്കാനില്ല, എന്നാലും കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്, എപ്പോഴും ഓർമ്മയിൽ വേണം. ഓക്കെ, ആ മിസ്സേ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നോട്ട് സൂക്ഷിച്ചു വെക്കും, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് എക്സാം ഒക്കെ ആവുന്നതാണ്. പക്ഷെ അത് കഴിയുമ്പോഴും നമ്മൾ എടുത്ത് വായിച്ചു നോക്കും. ഞാൻ പിള്ളേരായിട്ടൊക്കെ പറഞ്ഞു നോക്കാറുണ്ട് ടൈം കിട്ടുമ്പോഴൊക്കെ. അങ്ങനെ പ്രാക്ടീസ് ചെയ്താലല്ലേ ആവുള്ളൂ. പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ നമ്മൾ കുറെയൊക്കെ നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ കുറെ പറഞ്ഞു നോക്കാം. ഇത് വേറൊരാള് വേണമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളിപ്പോ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ് ശ്രമിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. മനസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇല്ല, മനസ്സിൽ പറയണോ, സൗണ്ടിൽ പറഞ്ഞോ, ആരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോ വീട്ടില് ചിലപ്പോ ഹസ്ബൻഡ് ഉണ്ടാവാം, ഹസ്ബൻഡ് അമ്മ ഉണ്ടാകും, ചില മക്കളുണ്ടാവും. ഇവരെല്ലാവരും മക്കളാണെങ്കിൽ ക്ലാസ്സിൽ പോകും, ഹസ്ബൻഡ് ജോലിക്ക് പോകും. പിന്നെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മ ഉണ്ടാകാം, വേറെ ആരും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് സംസാരിച്ച് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്തായാലും അമ്മയ്ക്ക് മനസ്സിലാവാൻ പോകുന്നു. പിന്നെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ടെങ്കിൽ പറയുള്ളൂ. അത് കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാ ഞാൻ മനസ്സിൽ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത്. അപ്പോ പറയാം, പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ തെറ്റ് മനസ്സിലാവും. അത്യാവശ്യം നിങ്ങളിപ്പോ ഗ്രാമർ പഠിച്ചുകൊണ്ട് കുറച്ചൊക്കെ തെറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോ പറയാം, സൗണ്ടിൽ തന്നെ പറയാം. കാരണം നാക്കിന്റെ തുമ്പ് വരെ എത്തും, ഇങ്ങോട്ട് വരാനാ ബുദ്ധിമുട്ട്. നിങ്ങളെപ്പോഴും പറയാലോ മിസ്സേ, നാവിന്റെ തുമ്പത്തിന്റെ മിസ്സേ, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അതാണ് പറയാ, തുമ്പത്തിരിക്കാണ്ട് അതിന് പുറത്തേക്ക് വിടാം. പറയണം, പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കും. ആരൊക്കെ കളിയാക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കാം. ലാസ്റ്റ് ഈ കളിയാക്കിയവരെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിക്കണം. ആ ഒരു വാശി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഏറ്റവും ഇമ്പോർട്ടന്റ്. ലൈഫിൽ എപ്പോഴും വാശി ഉണ്ടാവും, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, കംഫർട്ട് സോൺ, നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്, അത് വിട്ടു പോരാ. സുഖം നമ്മള് ഇങ്ങനെ പുറത്തു പോകാൻ പാടില്ല, അവിടെ പോകാൻ പേടി, ഇതെല്ലാം ഫേസ് ചെയ്ത് നോക്കി, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന കേട്ടോ, വെറുതെ പറയുന്നില്ല. മാം എനക്കൊരു കാര്യം പറയാനുണ്ടായി, പറഞ്ഞോട്ടെ? അറിയോ മാം, ഞാൻ +2 ആണ് പഠിച്ചത്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പഠിച്ചത്. അതായത് എനിക്ക് ഞാൻ ഫസ്റ്റ് 2018 ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഈ നമ്മ ഫസ്റ്റ് ഓപ്ഷനിൽ ഇങ്ങനെ കൊടുക്കൂലേ, ഇന്ന കോഴ്സിന് അപേക്ഷിക്കൂലേ, അന്നേരം എനിക്ക് മാറിയിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. അന്നേരം മാറിയിട്ട് കിട്ടിയത് കൊണ്ട് നമ്മളെ ഈ എസ് സി ആണ്, ഞാൻ SC കാസ്റ്റിൽ പെടുന്നവരാണ്. അപ്പൊ നമ്മളവർക്ക് ഇങ്ങനെ മുൻഗണന ഇല്ലോണ്ട് അവര് പറഞ്ഞു നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനൊന്നും കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആയി. പക്ഷെ എനിക്ക് കൊമേഴ്സ് എനിക്ക് അറിയില്ല, ഞാൻ ഹ്യൂമാനിറ്റീസിനാണ് അപേക്ഷിച്ചത്. പക്ഷെ എൻ്റർ ചെയ്യുമ്പോൾ അവർ ടൈപ്പ് ചെയ്യുമ്പോൾ അയക്കുമ്പോൾ അവര് മിസ്റ്റേക്ക് ഒന്നും ആയിട്ടില്ല, മാറിപ്പോയതാണ്. പക്ഷെ എനിക്ക് കൊമേഴ്സ് എനിക്ക് അറിയില്ല, കാരണം എനിക്ക് മാത്സ് എന്ന് വെച്ചാൽ തല മണ്ടയിൽ കയറില്ലാത്ത ഒരാളാണ്, അറിയേ ഇല്ല. അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ആ ടൈമില് +2 എഴുതിയെടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് അങ്ങനെയാണ് പാസ്സായത് മാം. പിന്നെ ഇപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു മനസ്സിനുള്ളിൽ എല്ലാരും ജോലിക്ക് പോകുന്നു, എല്ലാരും ഇത് കാണുമ്പോ എനിക്ക് എന്തെങ്കിലും ആയി എത്തിത്തീരണം എന്നുള്ളൊരു ആഗ്രഹം. വലിയതൊന്നല്ല, എന്നാലും ഏകദേശം ചെറുതെങ്കിലും ഒരായിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ കുഞ്ഞലായ പിന്നെ അവരൊന്നിച്ചിട്ട് കളിക്കുമ്പോ നമുക്ക് അതിനൊന്നിച്ചിട്ട് സമയം കിട്ടൂല. എങ്കിലും ഞാൻ പരിശ്രമിക്കുന്നുണ്ട് മാം, ആവുന്നത് പോലെ നോക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് പ്രയാസം തന്നെ, കാരണം വെച്ചാൽ ഞാൻ മലയാളം മീഡിയം പഠിച്ചുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ഇംഗ്ലീഷിൽ അറിയില്ലായിരുന്നു. അതാ മാമിനോട് ഞാൻ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ വായിക്കാൻ എഴുതാൻ അറിയും, പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു അറിയില്ല. അതെങ്ങനെയാ തുടങ്ങണ്ടേ, ഇവരെല്ലാം ബിൻഷ ജെയിൻ എല്ലാം പറയുന്നത്
കേൾക്കുമ്പോ എനിക്ക് തോന്നി ഈശ്വരാ എനക്കും അങ്ങനെ ആവണം എന്നുള്ളൊരു തോന്നലാന്ന്. പക്ഷെ ഞാൻ കുറെ ശ്രമിക്കും, പക്ഷെ പറയാൻ വരും, പക്ഷെ അങ്ങനെ സ്റ്റോപ്പ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടാവല്. എന്തെന്നറിയില്ല, എന്തിനാന്നും അറിയില്ല. അങ്ങനെയാന്ന് മാം. പേടിച്ചിട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നവ്യ, നമ്മൾ ആരെയാ പേടിക്കുന്നത്? നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ആരെയും അറിയില്ല. പിന്നെ നമ്മൾ എന്തിനു പേടിക്കുന്നു? അപ്പൊ നമുക്കറിയാവുന്ന തെറ്റിപ്പോയാലും പോയില്ലെങ്കിലും നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് പറയുക. ഇപ്പൊ ഞാനൊക്കെ പറയുന്നതിൽ എന്തോരം പൊട്ടത്തെറ്റുണ്ട്. അത്രേ ഉള്ളൂ പിന്നെ ഒരു പറയാ. കാര്യം കൂടി നവ്യ, കുട്ടികളുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളിങ്ങനെ ജോലിക്കൊന്നും പോവാതിരിക്കരുത്. സമയം പോകുമെന്ന് വിചാരിച്ചിട്ട്. ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് വലുതായി പോകും. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ തന്നെ വീട്ടിലിരിക്കുമ്പോഴുണ്ടല്ലോ എന്ത് ബോറിംഗ് ആണെന്നറിയാമോ? അത് ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും നമുക്കത്. അതുകൊണ്ട് ആരും വീട്ടിലിരിക്കരുത്, എല്ലാവരും ജോലിക്ക് പോകണം. ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക എല്ലാവരും. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് ജോലിക്ക് പോകണത് എന്താണെന്നറിയോ? ജോലിക്ക് പോകുന്നതിന് പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാം. പിന്നെ നമ്മളൊരു ആഗ്രഹമാണ് ജോലിക്ക് പോകണമെന്നുള്ളത്, അത് ഫുൾഫിൽ ചെയ്യാം. അത് മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് വീട്ടിലെ ടെൻഷൻ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായോ? ജോലിക്ക് പോയി കഴിഞ്ഞാല് പിന്നെ നമ്മൾ വീടിനെ കുറിച്ച് ആ ടൈമില് ചിന്തിക്കില്ല. വീടെന്നല്ല, വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അവിടെ വെച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ അറ്റ്മോസ്ഫിയർ ആണ്. ചില്ല് ചെയ്യാ, വർത്തനം പറയാ, മൈൻഡ് ഫുള്ള് റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷെ ജോലിക്ക് അതിൻ്റെതായ ടെൻഷനും പ്രഷർ ഒക്കെ ഉണ്ടാകാം. പക്ഷേ അത് ഒഴിവാക്കിയാൽ നമുക്ക് അവിടെ ഭയങ്കര നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. അതിനുശേഷം വീട്ടിൽ വരുമ്പോ ഓക്കെ, പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ, അവരുടേതായ വീട്ടിലതായ കാര്യങ്ങൾ. മനസ്സിലായോ? അല്ലാതെ ഫുൾ ടൈം നമ്മൾ വീട്ടിലിരിക്കുമ്പോ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്കുണ്ട്. ആസ് എ വുമൺ എന്ന് പറയുമ്പോൾ, ആസ് എ ഹൗസ് വൈഫ് അല്ലെങ്കിൽ ആസ് എ മദർ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നവും കാര്യങ്ങളും നമുക്കുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ഒരു ജോലിക്ക് പോകുന്നത്. മനസ്സിലായോ? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയാണ് പോകുന്നത്. അത് കുറെയൊക്കെ നമ്മൾ ആദ്യം കല്യാണം കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞു ഒരു ഗ്യാപ്പ്, അതിനുശേഷം കുട്ടികളായി കഴിഞ്ഞാൽ കുട്ടികളെ വലുതാവട്ടെ എന്നുള്ളൊരു ഗ്യാപ്പ്. ഓക്കെ, ഈ ഗ്യാപ്പ് ഇടുന്തോറും നമുക്ക് ഏജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? പിന്നെ ജോലി കിട്ടാൻ ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വേണ്ടെന്നല്ല, വേണം. പക്ഷെ എന്നാലും കുട്ടികളായിട്ടും അവര് പ്ലേ സ്കൂളിൽ പോകുന്ന ടൈം വരെ നമുക്ക് ടൈം എടുക്കാം. അതിനുശേഷം നമ്മൾ മാക്സിമം ജോലിക്ക് ഇറങ്ങാൻ നോക്കാം. കാരണം ഫ്രഷർ ആകുമ്പോ അവർ ഫേസ് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് ആണ്. അതിനുശേഷം ഏജ് ലിമിറ്റ് ഓക്കെ, ഏജ് ലിമിറ്റ് പറയുമ്പോൾ ചിലപ്പോൾ ജോലി കിട്ടില്ല. പക്ഷെ നമ്മൾ ജോലിക്ക് കയറിയാല് പിന്നെ നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏജ് അത് പ്രശ്നമേ അല്ല. എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇവിടെ പഠിപ്പിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടോ, ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ, ഓക്കെ, ഇവിടുത്തെ ജോലിക്ക് നമുക്ക് ട്രൈ ചെയ്യാം. മനസ്സിലായോ? അപ്പോ മാക്സിമം കുട്ടികളെ വലുതായി കഴിഞ്ഞാല് വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടാതെ മക്കളെ തന്നെ നോക്കി നിൽക്കാണ്ട് നമ്മുടെ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ജെയിൻ പറഞ്ഞ പോലെ മക്കളെ വലുതാകും, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കാൻ ഉള്ള ഒരു കുറച്ചെങ്കിലും സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് നമ്മൾ എന്തായാലും നമുക്ക് വേണ്ടി ചെയ്തിരിക്കണം. മസ്റ്റാണ്. ഓക്കെ, മിസ്സിനെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇടയ്ക്ക് കയറി പറയുന്നതല്ല, ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ, ഒരു മോട്ടിവേഷൻ പോലെ ഞാൻ പറയുന്നതാണ്. അതായത് ഞാൻ 8 വർഷം, ഞാൻ MSc കഴിഞ്ഞു, ബി എഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു, 2 കുട്ടികളായി. ഈ 8 വർഷം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഉണ്ടല്ലോ, നമുക്ക് ആരും, നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ പേരൻസോ അതൊന്നും ആരും വില തരില്ല. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മുന്നിൽ അതൊന്നും അല്ല. അത് നമുക്ക് ഒരു റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ആരിൽ നിന്നും നമുക്ക് കിട്ടില്ല. നമ്മളൊരു ജോലിക്ക് പോയാൽ മാത്രമേ നമുക്ക് ഒരു 5 രൂപ നമ്മൾ പണിയെടുത്തുണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് മനുഷ്യന്മാർ തരുള്ളൂ. അത് നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. എൻ്റെ കുട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൾ എന്നോട് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ വാങ്ങിച്ചു തരാം, അമ്മയ്ക്ക് ജോലി കിട്ടട്ടെ എന്ന് പറയും. അപ്പൊ ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്താ, അമ്മ ഇങ്ങനെ പഠിച്ചോണ്ട് നടക്കാതെ അമ്മ ജോലിക്ക് പോവമ്മയെന്ന്. അപ്പൊ എനിക്ക് വല്ലാതൊരു ഫീൽ ചെയ്തു.
2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ പറഞ്ഞത്, അമ്മ പഠിക്കാതെ ജോലിക്ക് പോവാ അമ്മയെന്ന്, അവളുടെ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി ഉണ്ടല്ലോ, ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നെ എല്ലാവരും ടീച്ചറേന്ന് വിളിക്കും. അതേസമയം ഞാൻ ആ ജോലി അവിടുത്തെ തീർന്നു കഴിയുമ്പോൾ എന്നെ പഴയ പോലെ എല്ലാവരും എടീന്നോ ജേനീന്നോ ഒക്കെ നമ്മളെ വിളിക്കാൻ തുടങ്ങും. അപ്പൊ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റി, അതായത് ഇൻക്ലൂഡിങ് അവർ ഫാമിലി, നമുക്ക് തരുന്ന ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത് അത് വേറെ ഒരു ഇതാണ്. നമ്മുടെ സാലറി എത്രയോ ആയിക്കോട്ടെ, 5 രൂപയോ 3 രൂപയോ അതായത് 2000 രൂപയോ 3000 രൂപയോ 5000 രൂപയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എബോവ് 10 ആയിക്കോട്ടെ, നമ്മൾ പോണം. ഒരിക്കലും നമ്മൾ വീട്ടിലിരിക്കാൻ പാടില്ല. കാരണം റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നല്ലേ, അത് വേണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു ജോലി വേണം. ഇതൊക്കെ ഞാൻ എൻ്റെ 8 വർഷത്തെ ജീവിതത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാട്ടോ. നമുക്ക് എല്ലാനും എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠിക്കുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാവില്ല. കാരണം അവരെ അനുഭവിച്ചാലേ അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പക്ഷെ അങ്ങനെ കേൾക്കുന്നവരുണ്ട്. ഇപ്പൊ നിങ്ങള് കുറെ പേര്, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളും എന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് ജെയിൻ പറയുന്ന കാര്യത്തിൽ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സാലറി അല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, ഓക്കെ. പക്ഷെ ഫസ്റ്റ് ഒരു ജോലിക്ക് നമ്മൾ പോകുമ്പോൾ അതൊരു സാലറി നോക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണോ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ എന്ന് മാത്രം നോക്കുക. കാരണം ജോലിക്ക് പോയിട്ട് ടെൻഷൻ വരരുത്. ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജോലിയാണെങ്കിൽ അതിന് പോകാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് ജോയിൻ ചെയ്ത് നാളെ പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിക്കേറാം. അതിനുശേഷം സാലറി ഒക്കെ കുറേ വരും. ഓ ജെയിൻ പറഞ്ഞ പോലെ സാലറി അല്ല, ജോലി ഉണ്ടോ റെസ്പെക്ട്. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ മാം. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ സാലറി നോക്കി കാര്യമില്ല, ഏത് ജോലിക്ക് വേണമെങ്കിലും പോകും. പക്ഷെ എല്ലാവരും പറയുന്നത് ഈ പ്രൈവറ്റ് ജോലിക്കൊന്നും കാര്യമില്ല, എന്തെങ്കിലും ഗവൺമെന്റ് ജോലിക്ക് തന്നെ ട്രൈ ചെയ്യണം എന്നാണ്. അപ്പൊ എല്ലാവർക്കും അത് പറ്റുന്ന കാര്യമൊന്നും തോന്നുന്നില്ല മാം എനിക്ക്. കാരണം എന്ന് വെച്ചാൽ എത്രത്തോളം പേർക്ക് അത് കിട്ടും? എത്രയോ പഠിക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്. പക്ഷെ ഭാഗ്യം വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോ നമ്മളെ നെഗറ്റീവ് ആക്കും. ഇങ്ങനെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന കുറെ നെഗറ്റീവ് നമ്മളെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നമ്മളില്ലാതെ കളയും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഗവൺമെന്റ് ജോലി നല്ലതല്ല ഗവൺമെന്റ് ജോലി. പക്ഷെ അത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ലക്കാണ്, അത് ഓരോരുത്തരും ഭാഗ്യമനുസരിച്ചല്ല. എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇതുവരെ കിട്ടാത്തവരുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ലക്കാണ്. പിന്നെ പ്രൈവറ്റ് ജോലി, പിന്നെ ഒരു കാര്യം പറയുന്നവർ പറയൂട്ടോ, അവര് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയാലും പ്രൈവറ്റ് ജോലി കിട്ടിയാലും പറയുന്നവർ അവിടെ നിന്ന് പറയൂ. നല്ലത് ആരും പറയുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കും. ഓക്കെ, അത് എപ്പോഴും പ്രതീക്ഷിക്കുക. ആരുടെയും നല്ലതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്, മനസ്സിലായോ? അത് ആരും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പറയുന്നവരുണ്ടെന്ന് പറയും, അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അവരത് നിർത്തില്ല. അത് അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അതങ്ങനെ വിടാം, അത് മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. പ്രൈവറ്റ് ജോലി അത് അത്രയും കുറച്ചൊന്നുമല്ല. എന്തോരം പേര് പ്രൈവറ്റ് ജോലി എടുക്കുന്നുണ്ട്. അതൊന്നും ഗവൺമെന്റ് ജോലിയാണ് ബെറ്റർ, പ്രൈവറ്റ് ജോലി കൊള്ളൂല എന്നും ആരും പറയുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഏത് ജോലിക്കാണെങ്കിലും അത് പോകാൻ നോക്കുക. അതൊന്നും കേൾക്കണ്ട, മൈൻഡേ ചെയ്യണ്ട. ഓക്കെ, പിന്നെ ആരോട് സാലറിയും പറയണ്ട. നമ്മൾ എല്ലാവരോടും സാലറി കൊടുത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതോ നവ്യ പറഞ്ഞത് ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നു ഗവൺമെന്റ് ജോലി മതി, പ്രൈവറ്റ് ജോലി വേണ്ട എന്ന് പറയുന്നു. കാരണം പറയുന്നവർക്ക് എന്തും പറയാം. നമ്മളുടെ ലിമിറ്റേഷൻസ് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒരാൾക്കും അറിയത്തില്ല. എനിക്ക് എന്തൊക്കെ പോസിറ്റീവ് ഉണ്ട്, എനിക്ക് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെന്ന് നമുക്ക് മാത്രമേ നമ്മളെ കുറിച്ച് അറിയത്തുള്ളൂ. അപ്പം പറയുന്നവര് എന്തും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ. എനിക്കൊരു ജോലി വേണമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. അത്
പോകുക. ഇപ്പൊ തുടക്കത്തിൽ ഒരു 5000 രൂപയായിരിക്കും നമ്മുടെ വണ്ടിക്കൂലിയും നമ്മുടെ ചെലവും കഴിഞ്ഞ് മിച്ചം നമ്മുടെ കയ്യിൽ ഒന്നും കിട്ടൂലായിരിക്കും. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് വരെ ചോദിക്കും എന്തിനാ പോകുന്നതെന്ന്. പക്ഷെ ഒരു ആഫ്റ്റർ 2 years കഴിയുമ്പോൾ നമുക്കുണ്ടല്ലോ ഈ 5000 രൂപയെന്ന് നമുക്ക് 10000 രൂപയാകും. അപ്പൊ 2 വർഷത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. അപ്പം 10000 ആയില്ലേ. പിന്നെയും 2 വർഷം കഴിയുമ്പോൾ അത് കൂടും. അങ്ങനെ കൂടി കൂടി കിട്ടും. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ അങ്ങനെ സത്യത്തിൽ ഞാനും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. എനിക്കും നല്ല സാലറി കിട്ടണം എങ്കിൽ മാത്രമേ ഞാനും സ്കൂളിൽ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. ഇപ്പൊ എനിക്കൊരു ജോലി കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. കാരണം അങ്ങോട്ട് പോകുന്തോറും ഏജ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. മിസ് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു 30 വയസ്സിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും റിസ്ക് ആണ് നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരു 28-ന് താഴത്തോട്ടുള്ളവരെ മതി. അപ്പൊ ഏജ് ഓവർ ആയിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു കണ്ടീഷനും അങ്ങോട്ട് വെക്കാൻ പറ്റില്ല. കിട്ടുന്നത് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക, അതുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ജോലി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടാലന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ തന്നെ അച്ചീവ് ചെയ്യുക, സാലറി കൂട്ടി വാങ്ങിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിൻ്റെ അകത്ത്. ഓക്കെ, നവ്യക്ക് ഇംഗ്ലീഷ് സംസാരിക്കണോ? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ക്ലാസ്സില് നവ്യക്ക് ഓക്കെ ആണെങ്കിൽ നവ്യ വേണമെങ്കിൽ അവരോട് സംസാരിക്കാം. തിരിച്ചെടുത്തേ വരും. ഓക്കെ ആണോ എല്ലാവരും? നിങ്ങൾ തമ്മിൽ ഇതൊക്കെ കോണ്ടാക്ട്സ് ഉണ്ടോ? സമയം പഠിക്കാം. നവ്യ പറയുന്നത് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക്. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് പറഞ്ഞ ഓക്കെ. സോ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തോ ഓക്കെ റിയ, ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. ഈ ടൈം പോകുന്നത്. ക്ലാസ് എവിടെയാണോ? റിയ ടെക്സ്റ്റ് ചെയ്യൂ. റിയ ചോദിക്കാനുള്ളത് മെസ്സേജ് അയക്കാം, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ പോവല്ലേ, ഇപ്പം ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി. അപ്പൊ എല്ലാവർക്കും ജോലി കിട്ടി, എല്ലാവരും സെറ്റ് ആവട്ടെ. ഓക്കെ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ പറ്റട്ടെ, സംസാരിക്കാൻ പറ്റട്ടെ. ഓക്കെ, സോ ബ്ലെസ് യു ഓൾ. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഇനി എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ വെച്ച് കാണാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാലോ അത് സംസാരിക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇതൊന്നും പറയാനില്ലല്ലോ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പോവില്ല കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. മിക്കവാറും ജോലി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവരും. ഓക്കെ, പോവരുത്, ആരും പോവരുത്, ലീവ് ചെയ്യരുത്. മിസ് ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്, വെയിറ്റ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഞാൻ പോവാണ്. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. മിസ് പോയാ? പോയി.